ഹായ് ഹലോ, ഞാൻ നിങ്ങളുടെ സ്വന്തം വക്കീൽ വാസു. ഇപ്പോൾ എവിടെ നോക്കിയാലും ഒരൊറ്റ ചർച്ചയേ ഉള്ളൂ. ഏക സിവിൽ കോഡ് അഥവാ യൂണിഫോം സിവിൽ കോഡ് UCC. പലർക്കും പല പേടിയാണ്. വക്കീലെ, ഇത് വന്നാൽ ഞങ്ങളുടെ ആചാരങ്ങൾ പോകുമോ? എന്താണ് ഇതിന്റെ സത്യാവസ്ഥ എന്ന് നമുക്ക് നോക്കാം. വക്കീൽ വാസു പറയുന്ന ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ചോ. എന്താണ് സിവിൽ കോഡ്? വിവാഹം, വിവാഹമോചനം, സ്വത്ത് തർക്കം, ദത്തെടുക്കൽ തുടങ്ങിയ കാര്യങ്ങളെയാണ് സിവിൽ നിയമങ്ങൾ എന്ന് പറയുന്നത്. നിലവിൽ ഇന്ത്യയിൽ ഓരോ മതത്തിനും അവരുടേതായ വ്യക്തി നിയമങ്ങൾ, പേഴ്സണൽ ലോസ് ഉണ്ട്. ഏക സിവിൽ കോഡ് വന്നാൽ ജാതിക്കും മതത്തിനും അതീതമായി ഇന്ത്യയിലെ എല്ലാ പൗരന്മാർക്കും ഇത്തരം സിവിൽ കാര്യങ്ങളിൽ ഒരേ നിയമം ബാധകമാകും എന്നതാണ് ഇതിന്റെ ലളിതമായ അർത്ഥം. ഭരണഘടന പറയുന്നത്, നമ്മുടെ ഭരണഘടനയുടെ 44-ാം അനുച്ഛേദത്തിൽ ആർട്ടിക്കിൾ 44 ഇന്ത്യയിൽ ഒരു ഏക സിവിൽ കോഡ് നടപ്പിലാക്കാൻ രാജ്യം ശ്രമിക്കണമെന്ന് നിർദ്ദേശിക്കുന്നുണ്ട്. ക്രിമിനൽ നിയമം പോലെ ഇപ്പോൾ തന്നെ കൊലപാതകത്തിനോ മോഷണത്തിനോ എല്ലാ മതക്കാർക്കും ഒരേ ശിക്ഷയാണല്ലോ. അതുപോലെ സിവിൽ കാര്യങ്ങളിലും ഒരു പൊതു നിയമം കൊണ്ടുവരിക എന്നതാണ് ഇതിന്റെ ലക്ഷ്യം. ആശങ്കകൾ. മതപരമായ ആചാരങ്ങളെ ഇത് ബാധിക്കുമോ എന്നതിനെക്കുറിച്ച് പലർക്കും ആശങ്കയുണ്ട്. എന്നാൽ ഇത് സംബന്ധിച്ച അന്തിമ നിയമം വരുമ്പോൾ മാത്രമേ കൂടുതൽ വ്യക്തത ലഭിക്കൂ. ചുരുക്കത്തിൽ, നിയമം എല്ലാവർക്കും തുല്യമാകണം എന്ന വലിയൊരു ആശയമാണ് ഇതിന് പിന്നിൽ. പക്ഷേ അത് നടപ്പിലാക്കുമ്പോൾ എല്ലാവരുടെയും വിശ്വാസങ്ങളെയും അവകാശങ്ങളെയും പരിഗണിക്കേണ്ടതുണ്ട്. ഈ അറിവ് ഉപകാരപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യൂ. വക്കീൽ വാസുവിന്റെ നിയമവിശേഷങ്ങൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.